ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഹോൾ വീഡിയോ ഒന്നുമല്ല. ഞാൻ കുറേ ആലോചിച്ച് എന്ത് വീഡിയോ ചെയ്യണം, ഇത് ഞാൻ ചെയ്യണോ എന്ന് കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഞാനത് ചെയ്യുമ്പോഴും എന്താ പറയുക, ഇപ്പം ഇടണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തൊരു വീഡിയോ അല്ല. വീഡിയോ ഇടാത്ത ഒരു ടൈം വരുമ്പോൾ, അതായത് ഒന്നും കിട്ടാത്തൊരു ടൈം വരുമ്പോൾ ഈ വീഡിയോ ഇടാമെന്നോർത്താണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്നത് എനിക്കറിയാം. തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞാൻ എങ്ങനെയാണ് ആ ഒരു കോലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഈ ഒരു സ്ട്രക്ചറിലോട്ട് മാറിയേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും ചിലവർക്ക്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വണ്ണം അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലുള്ള വണ്ണം അതൊക്കെ കുറച്ച് നമ്മൾ നോർമൽ ലുക്കിലോട്ട്, അതായത് നമ്മുടെ പഴയ ഒരു ലുക്കിലോട്ട് വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്കറിയാം, എനിക്കറിയാവുന്ന പലർക്കും ഇപ്പോഴും ആ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, നേരെ മറിച്ച് എന്നെ പോലെ വണ്ണം കുറഞ്ഞവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഡിപ്പെൻഡ് ആണല്ലേ. അത് ആരുടെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് എന്താ പറയുക, പഠിച്ചവനായിട്ട് തരുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്കത് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചത് അങ്ങനെ തന്നെ, കുറയ്ക്കണമെന്ന് വിചാരിച്ചത് കുറയും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കാത്തതായിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് എൻ്റെ വണ്ണം കുറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലോട്ട് ഞാൻ എങ്ങനെയാണ് മാറിയത് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് ആ ഒരു രൂപത്തിലോട്ടാക്കിയത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ രൂപത്തിലോട്ട് വന്ന ഒരു സ്റ്റോറി ഞാൻ പറയാം. എൻ്റെ കല്യാണം കഴിഞ്ഞത് 2020 സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോയായിരുന്നു. ആ വെയിറ്റിൽ നിന്നൊരു 3 kg കൂടെ ഞാൻ ഗെയിൻ ചെയ്തായിരുന്നു ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ. ഞാനപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് 53 കിലോയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് വന്നിട്ട് ഞാൻ പ്രസവിക്കാറായ ടൈമിലായപ്പോൾ 64 കിലോ വരെ ഞാൻ ആയായിരുന്നു. ഓൾമോസ്റ്റ് 10 കിലോ അടുത്ത് ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് 64 67 കിലോ ആണോ എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. എൻ്റെ ഊഹം വെച്ച് 64 കിലോ വരെ ഞാൻ പോയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പോയില്ല. 64 കിലോ, അതായത് 53 നിന്നുള്ള ഒരു വ്യക്തി 64 കിലോയിലായി. നോർമൽ വെയിറ്റ് ആണ്. ഒരു ലേഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ ബേബിയും കൂടെ കൂട്ടി അമ്മയ്ക്ക് വരുന്ന ഒരു ഭാരം എന്ന് പറഞ്ഞാൽ 15 കിലോ വരെ മാക്സിമം വരുന്നതാണ്. അതിന് നോർമലായിട്ടുള്ള കാര്യമാണ്. നമുക്കതിനകത്ത് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. ഞാൻ ആകെ പ്രഗ്നൻ്റ് ആയതോടുകൂടി ഞാൻ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. കാരണം ഞാനൊരു സ്കെൽറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്കെൽറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കെൽറ്റ് ആയിട്ടുള്ള നോർമൽ സൈസിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വന്നിട്ട് ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെച്ച് തടിച്ച് ഉരുണ്ട്, നല്ല മറ്റേ സിനിമയിലൊക്കെ പറയില്ല, നീ അങ്ങ് തടിച്ച് കൊഴുത്ത് കറുത്ത് കരിക്കട്ട പോലെ ആയിരുന്നു. ആ ലുക്കിലോട്ട് ഞാൻ ആയായിരുന്നു. ഞാൻ സിനിമ ഡയലോഗ് പറഞ്ഞ കേട്ടോ, ആരെയും ബ്ലെയിം ചെയ്യാനോ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ നിറവും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രീതിയും വരുന്നത് നമ്മുടെ മുകളിലിരിക്കുന്ന ഒരാളാണ് അതെല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ അങ്ങനെയായിട്ടോ ആയത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഓരോരുത്തർ പറയുന്നുണ്ട് നിൻ്റെ ഷേപ്പ് മാറി, നീ ആകെ വ്യത്യാസമായി. ഞാൻ പ്രഗ്നൻസി ടൈപ്പിലുള്ള ഓരോ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം എന്നാന്ന്. അപ്പോൾ ഓരോരുത്തർ വന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ ഓർക്കും എന്താണ് എൻ്റെ വ്യത്യാസം. നമുക്ക് നമ്മുടെ കാര്യം അറിയില്ലല്ലോ. നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോലം മനസ്സിലാവില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും വണ്ണം വെച്ച് നല്ല ഒരു ഗുണ്ടുപണി പോലെ ആയായിരുന്നു. അപ്പം ഞങ്ങളൊരു ദിവസം, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഒരിടത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചേച്ചി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോവുക കേട്ടോ. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ചേച്ചിയുടെ വണ്ണം തന്നെ ഇങ്ങനെ ഏർക്കിൽ പോകണം കാണിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, ആ പെണ്ണിനെ കണ്ടില്ല, എന്ത് സ്കെൽറ്റാണ് ആ പെണ്ണ്, ആ പെണ്ണിൻ്റെ ശരീരത്തൊന്നും തിന്നുന്ന പിടിക്കണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ മാറ്റം മൊത്തം നിനക്കാണ്. നീ എങ്ങനെ വന്നാൽ, നീ ഇപ്പോൾ ഇരിക്കണ കണ്ടില്ലേ,
അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നു എനിക്ക് അത്രയും വണ്ണമാണോ. പക്ഷേ എനിക്ക് അന്നും എൻ്റെ വണ്ണം മനസ്സിലായില്ല, എൻ്റെ ഷേപ്പ് മാറണം മനസ്സിലായി. പക്ഷേ ലാസ്റ്റ് സമയമായപ്പോൾ തൊട്ട് ഞാനങ്ങോട്ട് അളിയാൻ തുടങ്ങി. അതായത് ഒരു സൈസ് എൻ്റെ മുഖത്തൊരു ടാൻ പോലെ കരിവാളിപ്പും ആകെ ഒരു വണ്ണവും മുഖമൊക്കെ വണ്ണം വെച്ചിട്ട് നീരാണ് എൻ്റെ ശരീരത്തിൽ. ശരിക്കും എൻ്റെ കാലൊക്കെ ബൊമ്മ പോലെ ആയിരുന്നു ആ ടൈമിൽ. എന്നിട്ട് അങ്ങനെ ഓരോ സമയം ഡെലിവറിയൊക്കെ അടുക്കും തോറും എന്നെ കണ്ട വേറൊരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ മാറിയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ബേബി ഷവറൊക്കെ നടത്തിയ ടൈമിൽ ഞാൻ വേറൊരു കോലത്തിലാണ് ഇരുന്നത്. ആ ഒരു കോലത്തിൽ നിന്ന് ഞാനപ്പോൾ ചിന്തിക്കുമായിരുന്നു, പടച്ചോനെ ഇനി ഞാൻ ആ ഒരു പഴയ ഒരു സ്ട്രെച്ചറിലാകും. നമ്മൾ കണ്ടിട്ടുള്ളവരെല്ലാം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നോർമലി ഒരിച്ചിരി വണ്ണം വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് ഓർത്തത്. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് അത്രയും വണ്ണത്തിലിരുന്നില്ലേ ഇതൊന്ന് നന്നായിരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളായിരുന്നു. അല്ലാണ്ട് ആ ഒരു ഇതിൽ വരില്ല. കാരണം നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആ ഒരു രൂപത്തിൽ നമ്മളായിട്ടില്ലാത്തതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഡെലിവറി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വണ്ണം എങ്ങനെ കുറഞ്ഞു എന്നെനിക്കറിയാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ വണ്ണം കുറഞ്ഞു. ഞാൻ പറയുന്നൊരു കാര്യം തന്നെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഞാൻ ഡെലിവറിക്ക് മുമ്പുള്ള, അതായത് ആ 9 മാസ കാലയളവിൽ നമുക്കുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ വണ്ണം വെച്ച കാര്യമാണ്. അപ്പോൾ ആ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ പോകും. അതെങ്ങനെ പോകും, അതായത് നമ്മുടെ പഴയ രൂപത്തിലോട്ട് എങ്ങനെ ഞാൻ വന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിട്ട്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ പ്രസവമൊക്കെ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഒരു കൾച്ചർ പ്രകാരം നമുക്ക് പ്രസവ ശുശ്രൂഷ എന്ന രീതിയിൽ എല്ലാവരും കെയർ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് പ്രസവ ശുശ്രൂഷയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഇഷ്ടങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ നമ്മുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള, എന്താ അതിന് പറയുന്ന, ആ തെങ്ങിൻ പൂക്കിലാതി അരിഷ്ടോ, അത് പിന്നെ എന്താണെന്നൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ കുടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, അരിഷ്ടമാണ് ഞാൻ കുടിച്ചത്. അത് നല്ല സുഖമായിരുന്നു, ഗ്യാസൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് കുടിക്കാൻ നല്ല രുചിയുണ്ട്. അത് മാത്രം ഞാൻ കുടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. പാരമ്പര്യമായിട്ടും നമ്മുടെ കൾച്ചർ അനുസരിച്ചുള്ള രീതികളിലൊന്നുള്ള ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ പണ്ട് തൊട്ടേ കഴിക്കാറില്ല. എനിക്കിഷ്ടമല്ല അത് കഴിക്കാനായിട്ട്. പ്രസവം കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കത് തരരുത്, ഞാൻ തിന്നൂല. അങ്ങനെ എനിക്ക് ഉള്ളിയും കുഴമ്പോ അങ്ങനത്തെ ഉള്ളിക്കുഴമ്പോ അങ്ങനെ എന്തുകൊണ്ടൊക്കെ പേര് ഞാൻ ഓർക്കില്ല ശരിക്കും. ആ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നായിരുന്നു. പിന്നെ എള്ള് വെച്ചിട്ട് ഒരു ഉണ്ട, എള്ളും കടലയും കുറേ നമ്മുടെ ഉണക്ക മുന്തിരിങ്ങയും കാഷ്നട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉണ്ട പോലൊരു സാധനം നമുക്ക് ഉരുട്ടി ഉണ്ടാക്കി തരും. അത് ഞാൻ കഴിച്ചു കേട്ടോ, അതെനിക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുടിച്ച ഒരു സാധനം ദശമൂലാരിഷ്ടം ഞാൻ 2-3 കുപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റേ തെങ്ങിൻ പൂക്കലാതി പോലുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എനിക്കിഷ്ടമല്ല, അതിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളും ടേസ്റ്റും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ കഴിച്ചില്ലായിരുന്നു. അപ്പം പറയും ഇപ്പം കഴിച്ചില്ലെങ്കിൽ ഇപ്പോഴല്ല അറിയുന്ന, മുമ്പോട്ട് പോകുന്ന കാലത്തോട്ടായിരിക്കും അറിയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കന്ന് അത് കഴിക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടും അതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഞാൻ കഴിച്ചില്ല. അതാണ് ഒരു റീസൺ ഞാൻ വണ്ണം വെക്കാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രസവിച്ച് കഴിയുമ്പം ചില ആൾക്കാർ, ഒരു 70% ഓഫ് ആൾക്കാരും 90 ദിവസവും അനങ്ങാതെ കട്ടിലിൽ തന്നെ കിടക്കും. അതായത് ഈ ദേഹമൊന്നും അധികം ഇളക്കാതെ, ശരീരം അനക്കാതെ അടങ്ങി ഒതുങ്ങി കുഞ്ഞിനെ നോക്കി അവരുടെ ശരീരവും നോക്കി കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാനങ്ങനെ കിടന്നില്ല. കാരണം എൻ്റെ കുഞ്ഞ് ഒരു തരത്തിലും 10-20 ദിവസം ആയപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞ് ആരുടെ കയ്യിലും പോകാത്തൊരു കണ്ടീഷനായിരുന്നു. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടും വിഷമിച്ച ഒരു ദിവസങ്ങളായിരുന്നു എൻ്റെ ആ ഒരു ആഫ്റ്റർ ഡെലിവറി എന്ന് പറയാൻ. കാരണം എൻ്റെ കുഞ്ഞ് ആരുടെ കയ്യിലും പോവില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ, രാത്രിയിൽ ഉറങ്ങൂല. പിന്നെ പാല് മാത്രം കുടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വൊമിറ്റ് ചെയ്ത് കളയുക. വൊമിറ്റ് ചെയ്യുന്ന ടൈമിൽ അവളുടെ മൂക്കിൽ കൂടെ ഇങ്ങനെ ഛർദ്ദിച്ച് കളയുന്നു, ശിരസിൽ കയറി വരും. ആ ഒരു ടൈമിൽ അപ്പോൾ നമുക്ക് ഉറങ്ങി വരുമ്പോഴത്തേന് ആ കുഞ്ഞ്, എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുമോ, എൻ്റെ കുഞ്ഞ് അവൾ അനങ്ങുമ്പോൾ തന്നെ ഞാൻ എഴുന്നേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല, ഇതുപോലത്തെ ഫുഡുകൾ കഴിച്ചിട്ടുമില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ കെയർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കിടന്നിട്ടുമില്ല. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ വണ്ണം വെക്കാണ്ട് പഴയ രൂപത്തിലോട്ട് തന്നെ ആയി.
പാല് മാത്രം ഞാൻ ഒരു 6 മാസവും ഞാൻ ഫീഡിങ് മാത്രമാണ് ചെയ്തത്. പലരും എന്നോട് പറഞ്ഞു ഫുഡ് കൊടുക്കണം, ഫുഡ് കൊടുത്താലേ കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയുള്ളൂ എന്നൊക്കെ. പക്ഷെ അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം 2 ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അത് കൊച്ച് നമ്മൾ കൊടുക്കണതിൻ്റെ ഇരട്ടിയായിട്ട് അവൾ അത് ഛർദ്ദിച്ച് കളഞ്ഞപ്പോൾ ആ ഒരു പരിപാടിയെ ഞാൻ നിർത്തി. അപ്പം ഞാൻ പറയുന്നത് പുതിയ അമ്മമാരോട്, നിങ്ങളോട് പലരും പറയും ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളുടെ കുഞ്ഞിന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടേഴ്സിൻ്റെ സജഷൻ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഫുഡ് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ഫുഡ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓരോ കുഞ്ഞുങ്ങളുടെയും സ്റ്റാമിന അവരവരുടെ പേരൻസിനായിരിക്കും അറിയുന്നത്. അപ്പം അതറിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കുക. ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തത് 6 മാസം വരെയും മുലപ്പാൽ മാത്രമായിരുന്നു. 6 മാസത്തിന് ശേഷമാണ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അതായത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു നേരവും, പിന്നെ രണ്ടാമതായപ്പോൾ 2 നേരം, പിന്നെ പതിയെ 3 നേരം, അങ്ങനെയാണ് ഞാൻ ഫുഡ് അവൾക്ക് അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ ആ പാല് കുടിക്കുന്ന ടൈം തൊട്ട് എൻ്റെ വണ്ണം അങ്ങ് കുറഞ്ഞു ഒരു അമ്മയിൽ നിന്ന് ആ അമ്മ കഴിക്കുന്ന ഫുഡാണ് പാലായിട്ട് പോകുന്നത്. അപ്പം അവൾ അത് വലിച്ചു കുടിക്കുന്നതനുസരിച്ച്, അതായത് ആ ബേബി വലിച്ചു കുടിക്കുന്നതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണിച്ച് വരും. അവൾ പാല് കൂടി മാത്രമായിരുന്ന ടൈമിൽ ഞാൻ ഒന്നുകൂടി മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. എൻ്റെ ഇപ്പോഴത്തെയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 51 കിലോ, ഇടയ്ക്ക് 50, ചിലപ്പോൾ 49 ആവും. ഇപ്പോൾ 49 to 51 ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് വെയിറ്റ് ചെയ്യുന്നവരെ കണ്ടില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി പോണത്. അപ്പം ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ണം. ഞാനിങ്ങനെയാണ് കുറച്ച്, ഞാനൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പ്രസവ വണ്ണം കുറയ്ക്കാനായിട്ട് നോർമലി കുറഞ്ഞു പോയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വർക്കൗട്ട് ചെയ്യുക. അല്ല, നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഫുഡ് ഈ ടൈമിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ വയറ് നിറച്ച് ആഹാരം കഴിക്കുക. മറ്റുള്ളവർ എൻ്റെ വണ്ണത്തെ എന്ത് കളിയാക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വണ്ണം കുറയ്ക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ബേബിയാണ്. ബേബിയുടെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാൻ അമ്മമാർ ഫുഡ് കഴിക്കുക വയറ് നിറയെ, എങ്കിൽ മാത്രമാണ് ബേബി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. അതിനുശേഷം ബേബിയുടെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കുക. ഇപ്പം നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിച്ച് റെസ്റ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ണം കുറയുന്നവരാണ് 50% ആൾക്കാർ. 50% ആൾക്കാർ പാരമ്പര്യമായിട്ട് വണ്ണം വെക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ചിലവരുടെ നമ്മൾ കിടന്നും പ്രസവം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെയാണ് പിന്നീട് വണ്ണങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ.